ഹായ്, ഹലോ ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് കേരള 1152 AM ഖത്തർ സ്പെഷ്യൽ പ്രോഗ്രാംസ് അഹ്ലൻ ദോഹ. ഇത് എറൌണ്ട് ഖത്തർ. ഞാൻ സച്ചിൻ നിങ്ങളോടൊപ്പം. എറൌണ്ട് ഖത്തറിൽ ഖത്തറിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന പല ഇവന്റ്സ്, അതോടൊപ്പം തന്നെ വിശേഷപ്പെട്ട വ്യക്തികൾ, അതായത് പല കഴിവുകളുള്ള വ്യക്തികൾ ഇവർ ആൻഡ് ഓൾസോ കുടുംബങ്ങളെയും എല്ലാം തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് എറൌണ്ട് ഖത്തർ. ഖത്തറിന്റെ പല ഭാഗങ്ങളിൽ എന്ത് നടക്കുന്നു, ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം. അത്രയാണ്, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോ എറൌണ്ട് ഖത്തറിന്റെ ഇന്നത്തെ എഡിഷനിൽ നമ്മളൊരു വിശിഷ്ടാതിഥിയെ പരിചയപ്പെടുകയാണ്, ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ പരിചയപ്പെടുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് മറ്റാരുമല്ല, ബിജു ചന്ദ്രിക ഗംഗാധരൻ. സ്വാഗതം ബിജു ഈ ഒരു പ്രോഗ്രാമിലേക്ക്. ബിജു, എന്തായാലും ബിജുവിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ബിജു ഇവിടെ ഖത്തറിൽ എത്തിയിട്ട് എത്ര കാലമായി? ഇവിടെ 5 വർഷമായി. ഇവിടെ ഇപ്പം 5 വർഷം എന്ന് പറയുമ്പോൾ എവിടുന്നാണ്? നാട്ടിൽ എവിടെയാണ്? നാട്ടില് തിരുവനന്തപുരത്താണ്, ശംഖുമുഖം ഭാഗത്താണ് താമസിക്കുന്നത്. ഓക്കെ, ശംഖുമുഖം ഭാഗത്തേക്ക് കുറെ ആർട്ടിസ്റ്റുകൾ അല്ലെ, നമുക്ക് അറിയാവുന്ന പല ആർട്ടിസ്റ്റുകളും അതോടൊപ്പം തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറേയേറെ സ്കൾപ്ചേഴ്സും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ബിജുവിനെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ പറയേണ്ടത് ഒരു ബഹുമുഖ പ്രതിഭയാണ് ബിജു എന്ന് പറയാം, അല്ലേ ബിജു? സ്വയം എങ്ങനെ വിശേഷിക്കും? ശരിക്കും അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് കാനായി കുഞ്ഞിരാമനെയാണ്. കാര്യം പുള്ളിക്കാരന്റെ കുഞ്ഞുനാളില് ഞാൻ പുള്ളിക്കാരന്റെ ആ മത്സ്യകന്യയുടെ ശില്പം കണ്ടാണ് ഞാൻ ശരിക്കും അപ്പോഴും നല്ലൊരു ഇൻസ്പിറേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഞാൻ മണൽ ശില്പത്തിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനായിട്ട്. അപ്പം ശരിക്കും നമ്മൾ ഖത്തറിൽ കുറേയേറെ ഹിഡൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആരും അത്ര അങ്ങോട്ടേക്ക് അറിയാത്ത കുറെ കലാകാരന്മാർ ഖത്തറിൽ മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാസ ലോകത്തേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നിരവധി കലാകാരന്മാരുണ്ട്, പുറം ലോകം അറിയാത്ത നിരവധി കലാകാരന്മാർ. പക്ഷെ അവരുടെ കല അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ച് ജീവിക്കുന്ന കുറെ പേരുണ്ട്. അപ്പം ബിജു അത്തരത്തിലൊരു വ്യക്തിയല്ല. കാരണം ബിജു, താങ്കളുടെ കഴിവുകൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഒഴിവ് സമയങ്ങളിൽ കൂടുതലും താങ്കളുടെ വളരെ കുറച്ച് സമയം കിട്ടുന്ന സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ്. അപ്പൊ താങ്കൾ പറഞ്ഞു ഇങ്ങനെ പ്രചോദനം കാനായി കുഞ്ഞിരാമന്റെ ഒരു സ്കൾപ്ചറിൽ നിന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ശില്പത്തിൽ നിന്നാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം താങ്കൾ ആ ഒരു പ്രൊഫഷനിലേക്ക്, അല്ലെങ്കിൽ സ്കൾപ്റ്റിംഗ്, അല്ലെങ്കിൽ ആ ഒരു ശില്പകല എന്നുള്ള രീതിയിലേക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പഠനം നടത്തി? ഒന്നുമില്ല. എല്ലാം ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ നടക്കാത്ത ആ ഒരു സിറ്റുവേഷനാണ്. ശരിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് മെയിനായിട്ട് വേണ്ടുന്നത്. കാര്യം ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു കല അങ്ങനെ ഒന്നും നമുക്ക് വേണമെന്നില്ല എന്നുള്ള ഒരു തെളിവാണ് ഞാൻ. ശരിക്കും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ലായിരുന്നു. ഞാനിപ്പോ കണ്ട് വളർന്നു, എനിക്ക് ആഗ്രഹം അതുപോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹവും അതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസവും മനസ്സിലുണ്ടാക്കിയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോ ആദ്യകാലത്തൊക്കെ ഇപ്പോ എന്താ പറയാ, മണൽ ശില്പമൊക്കെ ചെയ്യുന്നവരെ കണ്ടിട്ട് ഞാൻ അവിടെ ഒരു വാട്ടർ ബോയ് ആയിട്ടൊക്കെ പോയി വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഞാൻ സ്വന്തമായി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെയ്ത് അങ്ങനെ എക്സ്പെരിമെന്റ് സ്വന്തമായി ചെയ്തിട്ടുള്ള ആ എക്സ്പീരിയൻസിൽ കൂടിയാണ് എനിക്ക് ഇപ്പോ ഒരു വ്യത്യസ്തമായ ഒരു മേഖലയായിട്ടുള്ള സോപ്പ് ശില്പങ്ങളിലോട്ട്. അതെ, അപ്പൊ എന്തായാലും ശ്രോതാക്കൾക്ക് ഇപ്പൊ ചെറിയ തോതിൽ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാവും ബിജുയുടെ കലാവിരുദ്ധ എന്താണെന്നുള്ളത്. ശരിക്കും ബിജു സംസാരിച്ചതുപോലെ തന്നെ ബിജു തന്നെ പറയുകയുണ്ടായി, അദ്ദേഹം ആദ്യം ആരംഭിച്ചത് മണലിൽ നിന്നാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു മണൽ ശില്പി എന്ന് പറയുന്നത് സുദർശൻ പട്നായിക്കാണ്. അദ്ദേഹത്തിന്റെ മണൽ ശില്പങ്ങൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മണൽ ശില്പങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള സാൻഡ് ആർട്ട് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ സാൻഡ് സ്കൾപ്ചേഴ്സ് എന്ന് പറയാവുന്നതിൽ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? കുറച്ചു പേരേ ഉള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ള മിക്ക ആൾക്കാരും ഇപ്പൊ BFA ഫൈൻ ആർട്സ് കഴിഞ്ഞവർക്കെല്ലാം ഇതുപോലുള്ള ശില്പങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ അവർക്ക് ഈ പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള ഒരു അതുകൊണ്ടാവാം, സഭാകമ്പം പോലുള്ള സംഭവം അതുകൊണ്ടാവാം അവർക്ക് മുമ്പോട്ട് വരാൻ പറ്റാത്തത്. കാര്യം ബീച്ചിലെല്ലാം വലുതായിട്ട് ശില്പം ചെയ്യുമ്പോൾ ആ ശില്പം മറ്റുള്ളവർ കാണുമ്പോൾ അവർ വന്ന് അഭിപ്രായം പറയുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു ബാക്കിലോട്ട് പോകുന്ന ഒരു സ്വഭാവ രീതി കൊണ്ടാവാം അവർക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റാതിരിക്കുന്നത്. അപ്പം ബിജു, നമുക്ക് പേഴ്സണൽ ലൈഫിലേക്ക് വരാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, ചേച്ചി, പിന്നെ ഭാര്യ, 5 വയസ്സുള്ള മകനുണ്ട്. ഓക്കെ, ദേവർഷൻ എന്നാണ്. ദേവർഷൻ അല്ലേ? അപ്പോ എല്ലാവരും നാട്ടില് തന്നെയാണ്? ഇവിടെ 5 വർഷത്തിൽ 3-4 വർഷത്തോളം ഇവിടെ കൂടെ ഉണ്ടായിരുന്നു ഭാര്യയും മോനും. ഇപ്പോ നാട്ടില് സെറ്റിൽ ആയിട്ടുണ്ട്. നാട്ടിലേക്ക് സെറ്റിൽ ആയിരിക്കണം. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? വൈഫ് അവിടെ ടെക്നോ പാർക്കില് വർക്ക് ചെയ്യുന്നുണ്ട്. ബിജു ഇവിടെ എന്ത് ചെയ്യുന്നു?
ഞാനിവിടെ 3D വിഷ്വലൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 3D അൽഹിദ്മി ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയിലാണ്. അത് ശരി. അപ്പൊ ശരിക്കും താങ്കളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് തന്നെയാണ് താങ്കൾക്ക് ജോലി ലഭിച്ചിരിക്കുന്നത്. ഇത് സം പാർട്ട് ഓഫ് ആക്ച്വലി ഇതില് നമുക്ക് ക്യാമറ ആംഗിൾ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ പാർട്ട് എന്ന് പറയുന്ന കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാവാം കൂടുതൽ എനിക്ക് അതില് ഒരു സപ്പോർട്ട് വരുന്നത്. ശരിക്കും നമുക്ക് 3D എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. ഒരു സ്കൾപ്ചർ എന്ന് പറയുന്നത് ഒരു നോക്കുകയാണെങ്കിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പം ബേസിക്കലി നിങ്ങളുടെ ഈ ഒരു അഭിരുചി അല്ലെങ്കിൽ ഈ സ്കൾപ്റ്റിംഗ് എന്നുള്ള അല്ലെങ്കിൽ ശില്പം എന്നുള്ള ഒരു അഭിരുചി, ആ ഒരു അഭിരുചിയാണോ ഈ ഒരു ജോലി തേടാനുള്ള മെയിൻ? ആയിരിക്കാം. കാര്യം കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്ക് അതിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ അത് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു പ്രൊഫഷണൽ പലരും പറഞ്ഞ് ഉള്ള ഒരു അറിവിൽ പ്രൊഫഷണലി ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്നത് ചിലപ്പോ അതുകൊണ്ടാവാം, ആ ഒരു കാലിബർ ഉള്ളതുകൊണ്ടാവാം. എന്തായാലും പൂർവ്വമായിട്ട് അല്ലെങ്കിൽ ഇതിനു മുൻപ് യാതൊരുവിധ പരിചയവുമില്ല, ഒരു അഭിരുചിയുടെ പേരിൽ അല്ലെങ്കിൽ ഹോബി എന്നുള്ള രീതിയിൽ, ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ തുടർന്ന് വന്ന ഒരു കാര്യമാണ് ബിജു ഇപ്പോൾ എന്താണ് പറയുക, ജോലി എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ പല സമയങ്ങളിലായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഒതുക്കി വെക്കുന്ന പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പ്രവാസ ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച പഠിച്ചതായിരിക്കില്ല നമ്മളിവിടെ ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എത്രയോ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള പലർക്കുമാണ് ബിജു പോലുള്ള ആ വ്യക്തികൾ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് തന്നെ പറയാവുന്നതാണ്. എന്തായാലും ബിജുവിനെ കുറിച്ചുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് എന്തായാലും തിരിച്ചെത്താം. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് ചെറിയൊരു ഗാനത്തിലേക്ക് പോകാം. ഗാനത്തിന് ശേഷം തിരിച്ചെത്തുമ്പോൾ ബിജുവിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺ വിത്ത്. വീണ്ടും എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇത് എറൌണ്ട് ഖത്തറിൽ ഞാൻ സച്ചിൻ നിങ്ങളോടൊപ്പം. എറൌണ്ട് ഖത്തറിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബിജു ആണ്. ബിജു ചന്ദ്രിക ഗംഗാധരൻ ഇവിടെ ഖത്തറിൽ 5 വർഷമായിട്ട് അദ്ദേഹം ഒരു 3D ആർട്ടിസ്റ്റ് ആയിട്ട്, എന്താണ് ശരിക്കും അതിനെന്താണ്, വിഷ്വലൈസർ ആണ്, 3D വിഷ്വലൈസർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു ഹോബി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ശില്പങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് സാൻഡ് ആർട്ടിലാണ്. പിന്നെ അതിൽ നിന്നും സ്പോഞ്ച്, തെർമോക്കോൾ അതിലെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യസ്തതയാണ് ഞാൻ എപ്പോഴും താല്പര്യത്തിൽ പോകുന്നത്. എല്ലാവരും കല്ലിലും മണ്ണിലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊന്നും വ്യത്യസ്തമായിട്ട് പിടിക്കാൻ ചെയ്ത് തുടങ്ങുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തത എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നിട്ടാണ് ക്ലേയിലും, അതായത് കളിമണ്ണിലും ചെയ്യാറുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാധ്യമത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശില്പങ്ങൾ തീർക്കാറുള്ളത് എന്നതാണ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ബിജുവിനെ മറ്റുള്ള ശില്പികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് തന്നെ ഈ ഒരു കാര്യം ആയിരിക്കും. സോപ്പാണ് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി, സോപ്പാണ് താങ്കൾ ഇപ്പോൾ ശില്പങ്ങൾക്ക് അല്ലെങ്കിൽ ശില്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് അപ്പോ ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പല മീഡിയങ്ങൾ യൂസ് ചെയ്തു. ഇപ്പൊ മണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്, ക്ലേ യൂസ് ചെയ്യുന്നുണ്ട്, തെർമോക്കോൾ യൂസ് ചെയ്തു എന്ന് പറയും. അപ്പം ഇതും സോപ്പുമായിട്ട് എന്താണ്, എങ്ങനെ താങ്കൾക്ക് ഇപ്പോൾ സോപ്പിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അത് എന്തുകൊണ്ട് മറ്റുള്ള മീഡിയങ്ങൾ? ഈ സ്പോഞ്ചിലൊക്കെ ഞാൻ തുടങ്ങിയ സമയത്ത് സ്പോഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത് സ്കൾപ്ചറിങ്. അപ്പോ അത് സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കട്ടിയായിട്ടുള്ള സ്പോഞ്ച്. അപ്പോ അതിൽ നിന്നും വരുന്ന ഡസ്റ്റ് ഒരു അലർജിക് ആയിട്ടുള്ള ഡസ്റ്റ് ആയിരുന്നു. അപ്പോ ആ ഒരു മീഡിയം അങ്ങോട്ട് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്നും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ മണലിലായി. മണൽ ശില്പം എന്നുള്ള രീതിയിൽ മണൽ ശില്പം ചെയ്തു. അത് 10-25ഓളം വലിയ ശില്പങ്ങൾ ഞാനും എന്റെ ഒരു ഫ്രണ്ട് നാട്ടിലുണ്ടായിരുന്നു, പുള്ളിക്കാരനുമായിട്ട് നിന്ന് ഞാൻ നല്ലൊരു 10-25ഓളം ശില്പങ്ങൾ ചെയ്തു. ബീച്ചില് ശംഖുമോൾ ബീച്ച് അടുത്തായിരുന്നു. സമയം എന്ന് പറയുന്നത് ഒരു 3 മണിക്കൂറോളം വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇടിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ നല്ല ഫിസിക്കലി നല്ല രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് സ്ട്രെയിനും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ആണ് പിന്നെ ഞാൻ ആലോചിച്ചു ഇനി എന്ത് ചെയ്യാം. അപ്പോ പിന്നെ ക്ലേയിലോട്ട് വന്നു, ക്ലേ സ്കൾപ്ചറിങ്ങിലോട്ട് വന്നു. അപ്പൊ അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആയി പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തും ചെയ്യാൻ പറ്റും അതില്. പക്ഷെ ഡ്രൈ ആയി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിലായിരുന്നു സോപ്പിൽ ഒരു ശില്പം ചെയ്യാനിട വന്നത്. അത് ഒരു കുഞ്ഞിന്റെ ഒരു ശില്പമായിരുന്നു അത് ആദ്യം ചെയ്തത്. അത് എല്ലാരും നല്ലൊരു അപ്രീസിയേഷൻ തന്നു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അതില് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തില് നമുക്കിപ്പോ
കിട്ടുന്ന അരമണിക്കൂറോ 1 മണിക്കൂറോ ഇതിൽ ഏതെങ്കിലും ഏത് സാഹചര്യത്തിൽ ഇപ്പം യാത്രയിലായിരുന്നാലും എങ്ങനെയായിരുന്നാലും നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമായി കഴിഞ്ഞാൽ മീഡിയമാണത്. കാര്യം നമുക്ക് അതിന് കൂടുതൽ സ്പേസ് വേണ്ട, കൂടുതൽ ടൂൾസിന്റെ വലിയൊരു ഇത് വേണ്ട, വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്കത് ചെയ്യാനും പറ്റും. അപ്പോ അങ്ങനെയാണ് ഇത് ചെയ്തു തുടങ്ങിയത്. പക്ഷെ അതിൽ ഒരു കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒറ്റക്കല്ലിൽ ശില്പം ചെയ്യുന്നത് പോലെ തന്നെയാണ് അതും. അത് നമ്മള് ചെയ്ത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില സോപ്പുകളൊക്കെ നമുക്ക് ഓയിലി ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അത് കാവ് ചെയ്ത് കഴിയുമ്പോൾ അത് കയ്യിലിങ്ങനെ പറ്റിയിരിക്കും, അപ്പോൾ വഴുവഴുപ്പുണ്ടാവും. അപ്പോ അത് വളരെ ടഫായിട്ടുള്ള ചില സോപ്പുകളുണ്ട്. എങ്കിലും അത് നമുക്ക് ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡ്യൂറബിലിറ്റി, അതായത് നമ്മളിപ്പം സാൻഡിന്റെ താങ്കൾ പറഞ്ഞു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇടിഞ്ഞു പോകുന്നു പറയുന്നത്. അതേപോലെ കല്ലെന്ന് പറയുന്നത് മാധ്യമം പലരും യൂസ് ചെയ്യുന്നത് അത് എക്കാലവും അത് നിൽക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് എത്ര കാലമാണ് ഇതിന്റെ ഒരു കാലാവധി? ഞാൻ 10 വർഷത്തിന് മുന്നെയാണ് ഞാൻ ഈ കുഞ്ഞിന്റെ ശില്പം ചെയ്തത്. അത് ഇപ്പോഴും എന്റെ കയ്യിൽ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആദ്യകാലങ്ങളിൽ ഒരു 5-6 വർഷങ്ങളോളം ഞാൻ ഇത് കീപ്പ് ചെയ്തൊരു രീതി ആയിരുന്നില്ല. അതിനുശേഷം അതുവരെ ഉള്ളത് വളരെ ഒരു അത് സൂക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിന് എന്താ പറയാ വേർത്തിട്ട് അല്ലെങ്കിൽ മെൽറ്റായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ കോൺഫിഡൻസ് എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഇനി ഇത് ഈ മീഡിയം അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു അങ്ങനെ ചിന്തിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ബോക്സ് ഞാൻ പ്ലാൻ ചെയ്തൊരു എയർ ടൈറ്റഡ് ആയിട്ടുള്ള ബോക്സ്, ഞാൻ ഗ്ലാസ് ബോക്സ് ഇതിനു വേണ്ടി ഞാൻ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കി. അപ്പൊ അതിലൊരു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. കാര്യം ഇത് അതിനുശേഷം ഇതിന് ഏതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇപ്പോ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കോൺഫിഡന്റ് ആയത്. പിന്നെ അതിനുശേഷം ഞാൻ കൂടുതൽ ശില്പങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ ബോക്സും അതുപോലെ തന്നെ നിർമ്മിച്ചു തുടങ്ങി. അപ്പം ഇപ്പോ കുറേയേറെ ശില്പങ്ങൾ താങ്കൾ ഓൾറെഡി ഇതിൽ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതില് ഏറ്റവും അപ്രീഷിയേഷൻ നേടിയിട്ടുള്ള ശില്പം ഏതാണ്? ഇപ്പോഴ് കുറെ ശില്പങ്ങള് എല്ലാം ഇപ്പോഴും കുറച്ചു കാലം കൊണ്ട് ചെയ്യുന്നതെല്ലാം നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. എന്നാലും വളരെ കുറച്ച് സമയം ചെയ്ത് കൂടുതൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൽപ്പന ചേച്ചിയുടെ മരണത്തിന് ആ ദിവസം ഒരു അരമണിക്കൂർ, ഞാൻ അത് അറിഞ്ഞതിന് ശേഷമുള്ള ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ അതിന്റെ ശില്പം ഞാൻ ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു FB-ല്. അത് നല്ലൊരു ലൈക്കുകളായിട്ടാണ് അവരുടെ അപ്രീസിയേഷൻ അറിയിച്ചത്. അത് ചേച്ചിയോടുള്ള ഇതുകൊണ്ടാവാം, എങ്കിലും നല്ലൊരു അപ്രീസിയേഷൻ ആയിരുന്നു അത്. ശരിക്കും ബിജുവിന്റെ ഈ ശില്പങ്ങളെല്ലാം തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ബിജു CG എന്നുള്ള ഒരു സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കാര്യം. അല്ലെങ്കിൽ നേരിട്ട് ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലും ചെല്ലാവുന്നതാണ്. www.bijuscg.com എന്ന വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. താങ്കൾ തന്നെ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ആണ് അല്ലേ? വെബ് ഡിസൈനിങ്ങും ചെയ്യാറുണ്ട്, വെബ് ഡിസൈനിങ് കൂടെ ചെയ്യാറുണ്ട്. ആൻഡ് ഫാമിലിയുടെ സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ എത്രത്തോളം ഉണ്ട്? കാരണം എനിക്കറിയാം കുറെ സമയം ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം. ഫാമിലി ടൈമാണ് സാധാരണ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കും. അതൊരു വലിയൊരു കാര്യം പല ആർട്ട് കഴിവ് കലാകാരന്മാർക്കും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാമിലി. ഇപ്പൊ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. ആ സമയങ്ങളിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാവാം ഫാമിലിയും എനിക്ക് അതനുസരിച്ചിട്ടുള്ള ഇപ്പം വൈഫ് അതനുസരിച്ചിട്ട് ഉള്ള അവസരമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ പോകുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. വളരെ ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള പല ആർട്ടിസ്റ്റുകൾ സാധാരണ നമ്മൾ കാണാറുണ്ട്. ഈ പെൻസിലിന്റെ മുനയിന്റെ മുകളിൽ സ്കൾപ്ചേഴ്സ് ഉണ്ടായിരുന്നു. അത് ശരി, അതാ ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പൊ ഈ ഒരു സോപ്പ് എന്നുള്ള മീഡിയത്തിൽ നിന്നും വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലേക്ക് ഇനി ഒരു അപ്ഗ്രഡേഷൻ എന്നുള്ള രീതിയിൽ ഇതുവരെ ഇല്ല. കാര്യം ഞാൻ ഒന്ന് കോമൺ ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഇത്രയും മാത്രം ശില്പങ്ങൾ സോപ്പിൽ ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ ആരും ഞാൻ ഫൈൻഡ് ചെയ്തിട്ടില്ല. എന്തോന്ന് അറിയില്ല. പക്ഷെ ഇഷ്ടംപോലെ നല്ല ശില്പങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് 1-2 ശില്പങ്ങളിൽ ഒതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി
ചിലപ്പോൾ മാധ്യമം മാറ്റി എന്ന് വരാം. അപ്പം ഇനി അടുത്ത ചോദ്യം ഒരു ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. സോപ്പാണ് ഉപയോഗിക്കുന്നത്. അതെ അതെ. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാൻഡ് ഉണ്ടോ? ഇവിടെ പരസ്യമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശരിക്കും എല്ലാതരം സോപ്പുകളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോ 1-2 പ്രാവശ്യമായിട്ട് ഞാൻ പിയേഴ്സ് സോപ്പിൽ കൂടുതൽ കോൺസെൻട്രേറ്റ്, കാര്യം അതിലൊരു ട്രാൻസ്പെറൻസി ഉള്ളതുകൊണ്ട്. അതിപ്പോ പിയേഴ്സ് അല്ല, ഇപ്പൊ ചന്ദ്രിക സോപ്പ് ആയിരുന്നാലും പുതിയ സോപ്പുകളെല്ലാം മിക്കതും ട്രാൻസ്പെറൻസി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ക്യാമെ സോപ്പ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. കാര്യം കൂടുതലും ഈ സോപ്പ് ഏത് സോപ്പാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ അതിൽ ഈ ഡിസൈൻസ് ഉള്ള ചില സോപ്പുകളുണ്ടാവും. അത് നമുക്ക് ചില ശില്പങ്ങൾ നമ്മൾ മൈൻഡിൽ കാണുന്ന ശില്പങ്ങൾ അത് ചിലപ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ സോപ്പാണ്, സോപ്പ് നിർമ്മാണം നമ്മൾ ചെറിയ സ്കൂളിലൊക്കെ പഠിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സോപ്പ്? ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു ബാത്ത് സോപ്പ്. ആ ബാത്ത് സോപ്പിൽ നിന്നൊരു സ്കൾപ്ചർ ചെയ്യുക എന്ന് പറയുന്നതിലുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ്. അതല്ലാതെ നമുക്കിപ്പോ ഒരു വലിയൊരു സ്കെയിലിൽ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളതാണ് എന്റെ മൈൻഡിലുള്ളത്. അപ്പോ പറ്റാത്തത് എന്ത് എന്നുള്ളത് പരിമിതിക്കുള്ളിൽ നിന്നിട്ട് വളരെ ചെറിയൊരു മീഡിയത്തിൽ നിന്നിട്ട് എങ്ങനെ അതിനെ പൊട്ടിപ്പോവാതെ എങ്ങനെ അത് ചെയ്തെടുക്കാം, അങ്ങനെ അതാണ്. ഇപ്പം പെൻസിലൊക്കെ ചെയ്യുന്നവരുണ്ട്, വളരെ ചെറിയ പെൻസിൽ മുൻപിൽ ഒരു ശില്പം ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റ് കൂടുകയാണ്. അതുപോലെയുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് ഞാനും കാണുന്നത്. ഇപ്പോ വലിയ പീസൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യുന്നതിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് ആണ് ഇതിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. എന്തായാലും നമ്മുടെ ഇവിടെ താങ്കള് നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു നമ്മളെ നാട്ടില് പ്രത്യേകിച്ചും GCC രാജ്യങ്ങളിൽ പല കലാകാരന്മാരുണ്ടാവും. അവരുടെ കഴിവുകളിൽ അവര് അടിച്ചമർത്തിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. പലരും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരടുത്ത് പ്രത്യേകിച്ചും ബിജു, താങ്കളുടെ ഒരു ആഗ്രഹവും അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റും എല്ലാം തന്നെ അതേപോലെ ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ താങ്കൾക്ക് എന്താണ് പറയാൻ? ശരിക്കും അത് എനിക്ക് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ എനിക്ക് അതുവഴി തന്നത്. എന്റെ മൈൻഡിലുള്ളതും അത് തന്നെയാണ്. കാര്യം ഇവിടെ ലേബേഴ്സിലായിരുന്നാലും പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നാലും ഒരുപാട് കഴിവുകളുള്ളവരുണ്ടാവും. അവർക്ക് ഇത് നാട്ടിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ വെളിയിൽ അവരുടെ കഴിവുകൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോൾ. കാര്യം അവരുടെ വർക്കുകളായിരുന്നാലും കൂടുതൽ സമയം വർക്ക് ചെയ്യുമ്പോൾ അതിന്റേതായ ടയേർഡ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് അറിയാം, കാര്യം അങ്ങനെ ഒരു കഴിവുള്ള ഒരു വ്യക്തിക്ക് ഒരു അരമണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതിയാകും ഇതില്. ഇപ്പോൾ ഡെയിലി ആയിരുന്നാൽ കൂടി കിട്ടുന്ന സമയങ്ങളിൽ ചെറിയ ഏതെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ഏതെങ്കിലും ഒരു ടൂള് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അവർക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ളൊരു കോൺഫിഡൻസ് ആണ് ഞാൻ ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അവർക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. വെരി ഗുഡ്. അത് നല്ലൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് താങ്കളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഈ വാക്കുകളും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വാക്കുകളാണ്. എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് വിത്ത് us ഓൺ വോയിസ് ഓഫ് കേരള 1152 AM. ആൻഡ് താങ്കളുടെ പേര്, താങ്കളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് താങ്കൾ തന്നെ പറയുകയുണ്ടായി അധികം ആൾക്കാർ യൂസ് ചെയ്യാത്ത ഒരു മീഡിയമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ പേര് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സും അതോടൊപ്പം തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്നുള്ള രീതിയിലൊക്കെ ഉയരങ്ങളിൽ എത്തട്ടെ. ഗിന്നസ് ബുക്കിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അത് ആദ്യം എന്നെ ഒരു ഗിന്നസ് വേൾഡിന്റെ ഒരു പ്രതിനിധി എന്നെ സമീപിച്ചിരുന്നു. അപ്പോ അവര് ഒരു 2 മീറ്റർ നീളത്തിനുള്ള വലിയൊരു ശില്പമാണ് ഇതിനു മുന്നേ അവര് ചെയ്തിട്ടുള്ളത്. അത് ഈ മീഡിയം അല്ല, അത് ശരിക്കും ബാർ സോപ്പ് എന്നുള്ളൊരു മീഡിയം അല്ല, അത് ഈ സോപ്പ് കമ്പനിക്കാര് വലിയ പീസായിട്ടുള്ള ഒരു ഇതില് ചെയ്യുന്നതാണ്, അച്ചുണ്ടാക്കി പോലെ ചെയ്യാം. അപ്പോ ഈ ഒരു കാറ്റഗറി ഇതുവരെ അവർ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോ അത് ഓപ്പൺ ചെയ്യാൻ അവര് അതിന്റെ ഒരു പ്രോസസ്സിലാണ് ഇപ്പോ. ഉടൻ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പേര് നേടുന്നതായിരിക്കും അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പേര് ആയിട്ടില്ലെങ്കിലും എനിക്കത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്. വെരി ഗുഡ്. എന്തായാലും എല്ലാ ഭാഗങ്ങളും നേരുകയാണ്. വളരെയേറെ സന്തോഷം ഇവിടെ വന്നതിലും താങ്കളുടെ വിലപിടിപ്പുള്ള സമയത്തിനിടയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി ചെലവാക്കിയത് വളരെയേറെ സന്തോഷം. എല്ലാ ഭാഗങ്ങളും നേരുന്നു. വളരെ നന്ദി.